തിരുവനന്തപുരത്ത് ആശാ വർക്കർമാർ തുടരുന്ന സമരം ഒരു മാസത്തിൽ എത്തി നിൽക്കുകയാണ്. വേതനം വർദ്ധിപ്പിക്കുമെന്ന കേന്ദ്ര ആരോഗ്യമന്ത്രി ജഗത് പ്രകാശ് നഡ്ഡ രാജ്യസഭയിൽ ഇന്നലെ വ്യക്തമാക്കിയത് വളരെ പ്രതീക്ഷ നൽകുന്നു. കേരളത്തിന് ഇനി തുകയൊന്നും നൽകാനില്ലെന്നും വിനിയോഗിച്ച തുകയുടെ വിശദാംശങ്ങൾ കേരളം നൽകിയിട്ടില്ലെന്നും കേന്ദ്രമന്ത്രി പറയുന്നു. ഈ കുറ്റപ്പെടുത്തലും ഇതിന് സംസ്ഥാനത്തിന്റെ വിശദീകരണവും രണ്ടു കൂട്ടരുടെയും രാഷ്ട്രീയ നിലപാടുകൾ പോലെ സമാന്തരമായി തുടരുമെന്നതിനാൽ അതിന്റെ ശരിതെറ്റുകളല്ല ഇവിടെ വിഷയം. അവർക്ക് ആത്യന്തികമായി നീതി ലഭിക്കുക എന്നതാണ് കാര്യം. രണ്ടു ഭരണകൂടങ്ങൾ പരസ്പരമുള്ള അധികാര തർക്കത്തിൽ ഇവരുടെ ജീവിതങ്ങൾ വെച്ച് കളിക്കരുത്. അതൊരിക്കലും നീതീകരിക്കുവാൻ കഴിയുന്ന പ്രവർത്തനവുമല്ല. ലോക്സഭയിൽ തിങ്കളാഴ്ച കോൺഗ്രസ് അംഗങ്ങളും ആശമാരുടെ വേതന വിഷയം ഉന്നയിച്ചു. ആശാ വർക്കർമാർ നടത്തിവരുന്ന സമരം സംബന്ധിച്ച് ലോക്സഭയിൽ കൊടിക്കുന്നിൽ സുരേഷും ബെന്നി ബെഹനാനും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. ഇന്ത്യയുടെ ആരോഗ്യ സംവിധാനത്തിലെ പാടി പുകഴ്ത്തപ്പെടാത്ത ഹീറോകളാണ് ആശാ വർക്കർമാരെന്ന് ഡോക്ടർ ശശി തരൂർ പറഞ്ഞു. ദിവസം 12 മുതൽ 14 മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ടതായി വരുന്നു. എന്നിട്ടും അവരെ വോളണ്ടിയർമാർ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിമിതമായ ഓണറേറിയവും ഇൻസെന്റീവുകളുമാണ് അവർക്ക് ലഭിക്കുന്നത്. അത് വൈകാറുണ്ടെന്നും തരൂർ വിമർശിച്ചു. ആശാ വർക്കർമാരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് AICC ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാൽ ആരോപിച്ചു. കേന്ദ്ര സർക്കാർ പണം നൽകുന്നില്ലെന്ന് സംസ്ഥാനവും സംസ്ഥാന സർക്കാർ പണം വിതരണം ചെയ്യുന്നില്ലെന്ന് കേന്ദ്രവും ആരോപിക്കുന്ന സാഹചര്യമാണുള്ളത്. ആശമാർക്ക് 21,000 രൂപ പ്രതിമാസ അലവൻസും വിരമിക്കൽ ആനുകൂല്യവും നൽകണമെന്നും വേണുഗോപാൽ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് VK ശ്രീകണ്ഠനും അഭ്യർത്ഥിച്ചു. ഇന്ത്യയിൽ ഏറ്റവും അധികം വേതനം സിക്കിമിലാണെന്നാണ് സമരം ചെയ്യുന്ന ആശമാർ അവകാശപ്പെടുന്നത്. അവിടെ 10,000 രൂപയാണെന്ന് അവർ പറയുന്നു. എന്നാൽ സമരക്കാർ ഉയർത്തിപ്പിടിക്കുന്ന ഉത്തരവ് അവിടെ നടപ്പാക്കിയിട്ടില്ലെന്നാണ് സംസ്ഥാന സർക്കാരിനെ സിക്കിം സ്റ്റേറ്റ് മിഷൻ കോർഡിനേറ്റർ അറിയിച്ചത്. അവിടെ 1000-ൽ താഴെ ആശമാരേ ഉള്ളൂ. കേരളത്തിലെ 1,00,000 ആശമാരിൽ 1,097 പേർ 13,000 രൂപയിലേറെ വേതനം കൈപ്പറ്റുന്നുവെന്നാണ് NHM രേഖ. 7,000 മുതൽ 10,000 വരെ കിട്ടുന്നവരുടെ എണ്ണം 1,824. 10,000 മുതൽ 13,000 വരെ കിട്ടുന്നവർ 21,900. 7,000-ൽ താഴെ വേതനം കിട്ടുന്നവർ 87 പേർ മാത്രമാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. സാമൂഹ്യ പെൻഷൻ വർധനയ്ക്ക് പോലും പാങ്ങില്ലാതെ വലയുകയാണെങ്കിലും ഈ ആരോഗ്യ പ്രവർത്തകരുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനൊപ്പം കേരളവും കനിയണം. കേവലം ഒരു യൂണിയൻ മാത്രമേ സമരമുഖത്ത് ഉള്ളെന്ന് CPM-ഉം CITU-വും വാദിക്കുന്നുണ്ടെങ്കിലും ഇടത് ആശാപ്രവർത്തകർ ഉൾപ്പെടെ ഉള്ളവർ മനസ്സുകൊണ്ടെങ്കിലും സമരത്തിന് പിന്തുണയുമായി ആശാപ്രവർത്തകർക്ക് ഒപ്പമുണ്ട്. ഇനിയും ഈ ന്യായമായ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാതെ സർക്കാർ അടിയന്തരമായി ഇടപെടുകയും പരിഹരിക്കുകയുമാണ് വേണ്ടത്. അതേസമയം സർക്കാർ കടുത്ത അവഗണന തുടരുമ്പോൾ സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് സമരക്കാർ. ലക്ഷ്യം കാണാതെ മടങ്ങില്ലെന്ന നിശ്ചയദാർഢ്യത്തിൽ എല്ലാ ജീവിത പ്രതിസന്ധികളെയും അതിജീവിച്ചാണ് ഒരു മാസമായി കൊടും ചൂടിൽ ആശമാർ സമര പോരാട്ടം തുടരുന്നത്. ഓണറേറിയം 21,000 രൂപയാക്കുക, വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരക്കാർ ഉന്നയിക്കുന്നത്. ചർച്ച നടത്തുകയോ പരിഹരിക്കാൻ ശ്രമിക്കുകയോ ചെയ്യാത്തതിനാലാണ് സമരക്കാർ നിയമലംഘനത്തിന് തയ്യാറാവുന്നതെന്ന് അസോസിയേഷൻ നേതാവ് S മിനി പറയുന്നു. ഏതായാലും പ്രതിപക്ഷവും ഈ സമരത്തെ ഒരു സുവർണ അവസരമായിട്ടാണ് കാണുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ സർക്കാരിനെതിരെ വികാരം സൃഷ്ടിക്കുന്നതിൽ ഈ സമരം നിർണായകമായി മാറുമെന്ന് അവർ കണക്കുകൂട്ടുന്നു.